നമ്മുടെ മുഖ്യമന്ത്രി കള്ളം പറയുന്നു, RSSകാരുടെ മെയിൻ ടാർഗറ്റ് അദ്ദേഹമായിരുന്നു എന്നാണ് ഇപ്പോഴദ്ദേഹം അവകാശപ്പെടുന്നത്. അതായത് VD സതീശൻ്റെ ആരോപണത്തിന് മറുപടി എന്നതുപോലെയാണ്. അതായത് RSSും ഇടതുപക്ഷവും തമ്മിൽ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഡീലുണ്ടെന്നുള്ള ഒരു ആരോപണം സതീശൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. സതീശൻ ഒരു മുൻകൂർ ജാമ്യം എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതായത് താൻ തോറ്റുപോയാൽ അല്ലെങ്കിൽ തൻ്റെ മുന്നണി തോറ്റുപോയാൽ അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, അത് RSS അതായത് BJPയും മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുണ്ടാക്കിയ സഖ്യത്തിൻ്റെ ഫലമായിട്ടാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ആ ആരോപണത്തിന് യാതൊരു കഴമ്പുമില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ആണ് അദ്ദേഹം ഇത് പറയുന്നത്. നമുക്കറിയാം, RSS മാർക്സിസ്റ്റ് സംഘടന ഏതാണ്ട് ഒരു 40 വർഷത്തിന് മുമ്പേ ആരംഭിച്ചതും വളരെ കൂടുതൽ കാലം അത് നിലനിന്നതും ഇരുകൂട്ടത്തിൽ നിന്നും ആളുകൾ കൊല ചെയ്യപ്പെട്ടതും ഒക്കെ വസ്തുതകളാണ്. പക്ഷേ അവിടെയെങ്ങും ഒരു കാലത്തും RSSൻ്റെ ഭാഗത്ത് നിന്ന് പിണറായി വിജയനെതിരെ ഓരോ ഭീഷണിയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഉണ്ടായിട്ടുള്ളത് RSSൻ്റെ നേതൃത്വവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും തമ്മിലായിരുന്നില്ലല്ലോ സംഘടന. അത് ലോക്കലായിട്ടുള്ള ആൾക്കാർ തമ്മിൽ പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിൽ, അതിൽ രാഷ്ട്രീയവും ഭാരതത്തിൻ്റെ ദേശീയതയ്ക്ക് വിരുദ്ധമായുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില പ്രവർത്തനങ്ങളുമൊക്കെ അതിന് കാരണമായി എന്ന് വന്നേക്കാം. പക്ഷേ എന്ന് വിചാരിച്ച് നേതാക്കന്മാരെ തിരഞ്ഞു പിടിച്ച് ഉപദ്രവിക്കുന്ന പരിപാടിയൊന്നും RSSന് ഇല്ല. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആക്രമണം RSSനെതിരെ ഇവിടെ വളരെ വർദ്ധിച്ചപ്പോൾ മാർക്സിസ്റ്റ് നേതാക്കന്മാർക്ക് അവരുടെ ഡൽഹിയിലെ ഓഫീസിൽ നിന്നും പുറത്തു പോകാനൊക്കാത്ത തരത്തിലുള്ള ചില പരിപാടികൾ ഒരിക്കൽ ഒപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. അതോടുകൂടി RSSകാരെ ആക്രമിക്കുന്നതിന് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നൽകിയിരുന്ന പിന്തുണ അവസാനിക്കുകയും ചെയ്തു. അല്ലാതെ അപ്പോഴുപോലും പിണറായി വിജയനെതിരെ യാതൊരു ഭീഷണിയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ താനൊരു ഹീറോ ആയിരുന്നെന്ന് വരുത്താൻ വേണ്ടിയും അതേപോലെ BJPയുമായിട്ടൊരു ബന്ധമില്ലെന്നും വരുത്താൻ വേണ്ടിയും ഒക്കെ ഉള്ളൊരു പ്രചരണം താൻ RSSകാരനെ ടാർഗറ്റ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ താനൊരു മഹാനായിരുന്നു, താനൊരു വലിയ ശക്തിമാനായിരുന്നു, താൻ്റെ നിലനിൽപ്പാണ് RSSന് വിരുദ്ധമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് എന്നൊക്കെ വരുത്താനുള്ളൊരു ശ്രമമാണ്. ഏതായാലും അത് നടന്നോട്ടെ. പക്ഷേ അദ്ദേഹം പറയുന്നതിനകത്ത് യാതൊരു കഴമ്പും ഇല്ല.